ഓക്കെ, എല്ലാ സ്റ്റുഡൻസിനും പൗലോ മാഷിൻ്റെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈനിലെ ചാപ്റ്ററിലാണ്. നമുക്ക് 4 പെയറുകൾ തന്നിട്ടുണ്ട്. 1 2 3 4 പെയറുകൾ തന്നിട്ടുണ്ട്. ഇനി ഈ പെയറുകളിലൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന്. ഈ പെയറിൻ്റെ അകത്ത് ഏത് പെയറാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. എത്ര പെയറുണ്ട്? 4 പെയർ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പെയറിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനാണ് തന്നേക്കുന്നത്. അതായത് രണ്ടാമതുള്ളത് ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഇതാണ് ഫൈനൽ പൊസിഷൻ, ഇത് ഇനീഷ്യൽ പൊസിഷൻ. അതായത് -5 ആദ്യത്തെ പൊസിഷൻ ഉണ്ടായിരുന്നത്, അത് -12 അത് മൂവ് ചെയ്തു. അപ്പം ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പെയർ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പെയർ. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സംഖ്യാരേഖ അങ്ങ് വരയ്ക്കുക. നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണ്. ഏറ്റവും ആദ്യം നമ്മൾ സംഖ്യാരേഖ നമ്മൾ വരയ്ക്കുന്നു. സംഖ്യാരേഖയുടെ സെൻറ്ററിലാണ് ആരുള്ളത്? 0 ഉള്ളത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് സംഖ്യകളാണ്, അതായത് 2 4 6, അതായത് 1 2 3 4 5 6 എന്നുള്ള സംഖ്യകൾ. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോ ഇവിടെയെല്ലാം നെഗറ്റീവ് നമ്പർ ആയിരിക്കും. 2 4 6. ശരിക്കും -1 -2 അങ്ങനെ എല്ലാ സംഖ്യകളും ഉണ്ട് കേട്ടോ. എളുപ്പത്തിന് ഞാൻ ജസ്റ്റ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എഴുതി പോയെന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കി നമ്പറുകളുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബാക്കി നമ്പറുകളുണ്ട്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യകളെല്ലാം ഏത് സൈഡിലായിരിക്കും ഉണ്ടാവുക? റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക, പോസിറ്റീവ് സംഖ്യകളൊക്കെ. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള സംഖ്യകളൊക്കെയോ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള നമ്പറുകൾ ഉണ്ടാവുക. ഇത്ര മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് ഓരോന്നും എടുത്ത് ചെക്ക് ചെയ്യണം. ഇനി പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്. 2 നിന്ന് 4 മൂവ് ചെയ്താൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റാണ്. പക്ഷേ 4 2 മൂവ് ചെയ്താൽ അത് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റാണ്. കാരണം അത് എങ്ങോട്ടേക്കാണ്? ടുവേഡ്സ് ലെഫ്റ്റ് സൈഡാണ്. അത് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഏതാണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നമ്മളെടുത്ത് ചെക്ക് ചെയ്യുന്നു. നമുക്ക് ആദ്യം നന്നാക്കുന്ന പെയർ നോക്കുക. -5 -12. 2 സംഖ്യകൾ എന്താണ്? നെഗറ്റീവ് നമ്പറുകളാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലൈൻ പ്ലോട്ട് ചെയ്യുന്നു. ലൈൻ പ്ലോട്ട് ചെയ്യുന്നു. സെൻട്രലായിട്ടായിരിക്കും ആരുണ്ടാവുക? 0 ഉണ്ടാവുക. ഇവിടെ 5 12 എന്താണ്? നെഗറ്റീവ് നമ്പറുകളാണ്. അപ്പോൾ 2 സംഖ്യകൾ ഈ വശത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ സംഖ്യ -5ഉം രണ്ടാമത്തെ സംഖ്യ -12 ആയിരിക്കും ഉണ്ടാവുക. ഇനി എവിടുന്ന് എങ്ങോട്ടാ ഇനീഷ്യൽ പൊസിഷൻ ഏതാ? -5 ഫൈനൽ. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ -5 നിന്നാണ് -12 ഇത് മൂവ് ചെയ്തത്. ഓക്കെ, -5 നിന്ന് -12 മൂവ് ചെയ്തു. ഇനി ഇപ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തത്? ടുവേഡ്സ് ലെഫ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് പെയറാണോ ഇത്? അല്ല. അടുത്ത ആളെ ചെക്ക് ചെയ്യണം. 2ഉം -5ഉം. അപ്പോൾ ഒരാൾ പോസിറ്റീവ് സംഖ്യയും മറ്റേ ആൾ നെഗറ്റീവ് സംഖ്യയും. അപ്പോൾ 0യുടെ 2 വശത്തും സംഖ്യകളുണ്ടാവും. ഒരാൾ പോസിറ്റീവും മറ്റേ ആൾ നെഗറ്റീവ് അല്ലേ? അപ്പം നടുക്ക് ആരെ കാണിച്ചു? 0. ഇവിടെ ആരെ കാണിക്കും? 2. നെഗറ്റീവ് സൈഡിൽ ആരെ കാണിക്കും? -5നെ കാണിക്കും. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇനി എവിടെ നിന്ന് അങ്ങോട്ടാണ് മൂവ് ചെയ്തത്? 5 നിന്ന് 2 അല്ലെങ്കിൽ 2 നിന്ന് 5 ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ പൊസിഷൻ 2 ആണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബാക്കോട്ടാണ് മൂവ് ചെയ്തത്. അപ്പോൾ ബാക്കോട്ട് മൂവ് ചെയ്താൽ നമ്മൾ എന്തെന്ന് കൊടുക്കും? നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് കൊടുക്കും. അപ്പം ആ പെയറും അല്ല. ഇനി അടുത്ത നമ്മുടെ പെയറുണ്ട്. അടുത്ത നമ്മുടെ പെയർ -10 + 15 അപ്പം ഇതിന് നടുക്കായിരിക്കും 0 ഉണ്ടാകുക. 15 ഒരു വശത്തും -10 മറ്റൊരു വശത്തുമായിരിക്കും. അപ്പോൾ നമ്മൾ സംഖ്യാരേഖ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. നടുക്കായിട്ട് നമ്മൾ 0നെ അടയാളപ്പെടുത്തുന്നു. ഈ സൈഡിൽ പോസിറ്റീവ് സൈഡിൽ +15നെ, നെഗറ്റീവ് സൈഡിൽ -10നെ നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഇനി എവിടുന്ന് എങ്ങോട്ടൊക്കെയാണ് മൂവ് ചെയ്യുന്നത്? ഇനീഷ്യൽ പൊസിഷൻ ഏതാ? -10 ഇനീഷ്യൽ പൊസിഷൻ. ഇവിടെ ആണ് ഇനീഷ്യൽ പൊസിഷൻ. വണ്ടി ഇവിടുന്നാണ് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. എങ്ങോട്ട്? 15ലേക്ക്. ഇവിടുന്ന് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്തു. ഇതേതാ ഡയറക്ഷൻ? പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു അല്ലേ? പോസിറ്റീവ് ഡയറക്ഷൻ ഏതാ? ടുവേഡ്സ് റൈറ്റ് പോസിറ്റീവ് ഡയറക്ഷനും ടുവേഡ്സ് ലെഫ്റ്റ് നെഗറ്റീവ് ഡയറക്ഷനുമാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള എക്സാമ്പിളാണ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണിത്. അതേപോലെ ഈ 2ഉം 1ഉം ആണെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെൻറ്ററിൽ ആരായിരിക്കും ഉണ്ടാവുക? 0. ഒരറ്റത്ത് ആരുണ്ട്? 2. അവിടെ 1 കൂടി വരയ്ക്കാനുള്ള ഗ്യാപ്പ് കാണിക്കണമായിരുന്നു അല്ലേ? ഓക്കെ, ഞാൻ ആ താഴെ ചിത്രം ഒന്നുകൂടി മാറ്റി വരയ്ക്കാം. വരച്ചു. നടുക്കായിട്ട് നമ്മുടെ ആരുണ്ട്? 0. 1ഉം 2ഉം പോസിറ്റീവ് ആയത് കാരണം ഈ സൈഡിൽ തന്നെയായിരിക്കും 2 പേര് വരിക. ആദ്യത്തെ ആൾ 1, രണ്ടാമത്തെ ആൾ 2. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് നോക്കിയേ. ഇനീഷ്യൽ പൊസിഷൻ ഇതിൻ്റെ ഉള്ളിൽ ഏതാ?
ഇനീഷ്യൽ പൊസിഷന് ആദ്യം തന്നത് ഇനീഷ്യൽ പൊസിഷൻ 2 ആണ് ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, അപ്പോൾ 2 ആണ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പോൾ ഇവിടെ നിന്നാണ് വണ്ടി ഓൺ ആക്കിയത്. എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്തത്? ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്തത്. ഇത് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത എന്ത് ഡയറക്ഷനാണ്? നെഗറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണോ നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണോ എന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്തത് സോറി, ഇത് ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി. ഇത് 2020 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. എത്രയായിരുന്നു? മാർച്ച് 2020 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അത്രത്തോളം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. മാർച്ച് 2020 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാറ് സാധാരണ. ഇനി അടുത്തത് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഡിഫറൻസ് എഴുതാം, അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് 2022 ടേം 2 ചോദിച്ച ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് ടേം എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് 2022 സെക്കൻഡ് ടേമിൽ. അപ്പോൾ സ്പീഡും വെലോസിറ്റി ഇതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ മിനിമം 2 പോയിൻ്റെങ്കിലും എഴുതണം. അപ്പോൾ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്പീഡും വെലോസിറ്റി തമ്മിലുള്ള ഇക്വേഷൻ. അപ്പോൾ സ്പീഡിൻ്റെ ഡെഫിനേഷൻ തന്നെ എന്താണ്? ഡിസ്റ്റൻസ് കംപ്ലീറ്റ് സ്പെല്ലിംഗ് ഫുള്ളായിട്ട് എഴുതണം. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്താണ്? ടൈമാണ്. അതേ സമയത്ത് വെലോസിറ്റി വിയുടെ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അല്ല, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. കംപ്ലീറ്റ് ആയി സ്പെല്ലിംഗ് എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇതാണ് വെലോസിറ്റി. ഇത് സ്പീഡ്. അപ്പോൾ സ്പീഡും വെലോസിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഒരെണ്ണം ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, മറ്റേത് ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി അടുത്ത ഡിഫറൻസ് എഴുതാൻ എളുപ്പമാണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പം ആൻസർ കിട്ടുന്ന വെലോസിറ്റി എന്ത് തന്നെയായിരിക്കും? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. പക്ഷെ അതേ സമയത്തിന് സ്പീഡ് സ്കെയിലാറാണ്. ഡിസ്റ്റൻസ് സ്കെയിലാറാണ്. അതേപോലെ സ്പീഡും എന്ത് തന്നെയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, മിനിമം ഇതേപോലെ 2 ഡിഫറൻസ് എങ്കിലും എഴുതാം. അടുത്ത് എന്താ എഴുതാൻ പറ്റും? വെലോസിറ്റിക്ക് എന്തുണ്ട്? വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്. പക്ഷേ അതേ സമയത്തിന് സ്പീഡിന് ഡയറക്ഷൻ ഇല്ല. പിന്നെ നമുക്ക് വെലോസിറ്റി പോസിറ്റീവ് വാല്യൂസ് വരാം, നെഗറ്റീവ് വാല്യൂസ് വരാം, 0 വരാം. വെലോസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് 0 എല്ലാം വരാം. പക്ഷേ സ്പീഡിന് അങ്ങനെ ഉണ്ടോ? സ്പീഡ് എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 0. അപ്പോൾ സൂക്ഷിക്കുക. ഈ രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. മിനിമം 2 ഡിഫറൻസ് എങ്കിലും എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ചോയ്സ് എന്താണ്? സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പം ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ദിവസം കാണാം. ഒരു ദിവസം 2 ക്വസ്റ്റ്യനെങ്കിലും സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക.